മിറർ നോക്കി നമുക്ക് ബാക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്രത്തോളം ചേരാമോ അത്രത്തോളം ചേർന്നു കണ്ടില്ലേ. അപ്പൊ ഈ ഒരു രീതി വന്നതിന് ശേഷം നിങ്ങൾ റിവേഴ്സ് ഗിയർ മാത്രം കൊടുത്താൽ പോരാ. റിവേഴ്സ് ഗിയറിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമുക്ക് ഇവിടെയാണ് നമുക്ക് ചേരേണ്ടത്. അപ്പൊ നമ്മൾ ഏത് മിററിലാണ് നോക്കുന്നത്? ലെഫ്റ്റ് സൈഡിലെ മിററിലാണ്. ബാക്കിയുള്ള വിഷ്വൽ കാണുന്നില്ല. അതിന് വേണ്ടിയിട്ട് വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ അങ്ങോട്ട് തിരിക്കണം? അതിന്റെ ഏറ്റവും പവർ ഉള്ള ഗിയർ തന്നെ റിവേഴ്സ് ഗിയർ ആണ്. ക്ലച്ച് കൂടുതലായിട്ട് ഇത്ര എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെ അങ്ങ് പോകും വണ്ടി. കണ്ടോ, കയ്യിൽ നിന്ന് വണ്ടി പോകും. അത് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട് ഭാഗം തട്ടും. എന്ത് ചെയ്യണം? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പലർക്കും ഒരു പ്രയാസമാണ് ഒരു വാഹനം സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാനുള്ളത്. കാരണം റോഡിന്റെ സൈഡിലൊക്കെ ചെന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും റോഡിന് വീതിയും ഗ്യാപ്പും ഒന്നും ഇല്ലാത്തതിന്റെ കാരണത്താൽ പേടിയാണ്. വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ സൈഡ് ചേർത്തില്ല. ഒന്നിൽ ഫ്രണ്ട് ചേർന്ന് കഴിഞ്ഞാൽ ബാക്ക് വെളി കിടക്കും, ബാക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് വെളിയിലോട്ടും റോഡിലോട്ടും പോകും. അപ്പൊ കൃത്യമായിട്ട് നേരെ രണ്ട് സൈഡിലും ചേർത്ത് എങ്ങനെയാണ് ഒരു വാഹനം പാർക്ക് ചെയ്യുക എന്നാണ്. ഈ ഒരു സൈഡിൽ തന്നെ ഞാൻ അത് പാർക്ക് ചെയ്ത് തന്നെ ഞാൻ അത് കാണിക്കാം. അത് വെളിയിൽ നിന്നുള്ള വിഷ്വലും കൃത്യമായിട്ടും എങ്ങോട്ടാണ് വീല് തിരിഞ്ഞിരിക്കുന്നതെന്നും വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് സ്റ്റിയർ എങ്ങോട്ടൊക്കെ തിരിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടി ഏത് ഭാഗത്തേക്ക് അടുക്കുക എന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടും ഞാൻ അത് മനസ്സിലാക്കി തരും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിൽ കൂടെ ഒരു 1-2 പേരുടെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയാണ് നിങ്ങൾ കാണുന്നെങ്കിലും അത് കമന്റ് ആയിട്ട് ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് ഫേസ്ബുക്കിലൂടെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ പലരും പല പല വീഡിയോസ് അതിനകത്ത് കമന്റ് ചോദിച്ചിട്ടുണ്ട്. കയറ്റത്തോട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വൈദ്യം പോലെ നിർത്തി വാഹനം എടുക്കുക, ബൈക്കിൽ കൂടാതെ എങ്ങനെ എടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിരക്കിൽ ഒന്ന് ഓടിക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ അതിന്റെ പുറകാലെ വരും. അപ്പൊ ഇത് സൈഡിൽ കൂടെ ചേർത്ത് നിർത്തുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ കാര്യം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആകാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടുക. കാരണം നമുക്ക് ഒരു ഷെയറിംഗ് ആണുള്ളൂ. പലരും ലൈസൻസ് ഉണ്ടായിട്ട് 10-15 വർഷമായിട്ട് ലൈസൻസ് കയ്യിലുണ്ട്. ഞാൻ അവരെ ഇതാക്കുകയല്ല, അവര് ആ സ്വന്തം വണ്ടി വീട്ടിലുമുണ്ട്. പക്ഷെ ആ വണ്ടിയുടെ സ്വന്തം വാഹനത്തിന്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ പോലും ഒന്ന് കയറി ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം വാഹനത്തിനുള്ളിൽ കയറി ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് സൈഡ് ചേർക്കുന്ന കാര്യങ്ങളെ പറ്റി അത് ഞങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം വാഹനത്തിനുള്ളിൽ ഇരുന്ന് ഏത് ഭാഗത്തേക്കാണ് സ്റ്റിയറിംഗ് തിരിച്ചതെന്നും എങ്ങോട്ട് തിരിക്കുമ്പോഴാണ് അടുക്കുന്നതെന്നും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീല് നേരെയാക്കുന്നതിനൊക്കെ അകത്ത് നിന്നതിന് ഞാൻ അത് പുറകാലെ കാണിച്ചു തരുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഫ്രണ്ട് മാത്രമായിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തരുത്. എന്താ സംഭവിക്കുക? ഇത് കണ്ടില്ല, ഫ്രണ്ട് മാത്രം ചേരും, ബാക്കോ അകന്ന് കിടക്കും. ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഫ്രണ്ടിനെ ചേർത്തതിന് ശേഷം ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട് ഭാഗം തട്ടും. എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്വല്പം ഒന്ന് മാറ്റി കൊടുത്തു, കേട്ടോ, റൈറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തു. എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരുപാട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നുമില്ല, അന്ന് അവിടെ നിന്ന് ചേർന്ന് തന്നെയാണ് കൃത്യമായിട്ട് വരുന്നത്, കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് റോഡിലിട്ട് വരുന്നുമില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ചേർന്നും വരും, ബാക്ക് അടുത്തും വരും. അപ്പൊ അടുത്തതിന് ശേഷം വീട് നമുക്ക് ബാക്കിൽ ഇപ്പൊ സ്പേസ് ഉണ്ട്, നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് ഇനി സ്പേസ് ഇല്ല എന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അതിനുശേഷം നിങ്ങൾ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. ഇപ്പൊ നമുക്ക് അവിടുത്തെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് എത്രത്തോളം നമ്മുടെ വാഹനത്തിന്റെ ബാക്ക് സൈഡ് അതിർത്ത് അവിടെ ചേരണോ അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് എടുക്കുക. അപ്പൊ ഈ സമയത്തൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് എടുത്തിട്ട് ഓടരുത്. ബ്രേക്കിൽ നിങ്ങൾ പതിയെ മാറ്റി നോക്കുമ്പോൾ വണ്ടി ഫ്രണ്ടിലും ബാക്കിലേക്കും നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. കണ്ടില്ല, എടുത്തുകൊണ്ട് ഓടുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കര സ്പീഡായിട്ട് അങ്ങ് പോകും. അപ്പൊ നമ്മൾ മെല്ലെ അങ്ങോട്ട് എടുക്കുന്നു. എത്രത്തോളം നമ്മുടെ ബൈക്ക് അവിടെ അടുക്കണോ അത്രത്തോളം നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ച് കൊടുത്തോണ്ടിരിക്കുക. കണ്ടില്ലേ, ഇപ്പൊ കുറേശ്ശെ ചേർക്കുമ്പോൾ നമുക്ക് ബൈക്കിലുള്ള വിഷ്വൽ കറക്റ്റായിട്ട് കാണാത്ത വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത്രയും ചേരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റിലോട്ട് നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോൾ ബൈക്ക് ആ കറക്റ്റ് വിഷ്വൽ കാണുന്നതിനനുസരിച്ച് വരുമ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? അടുത്തടുത്ത് കൃത്യമായിട്ട് ഇതുപോലെ വരും. അപ്പൊ നമുക്ക് ബാക്കും ഫ്രണ്ടും കറക്റ്റ് ആക്കി ഇതുപോലെ എന്ത് ചെയ്യാം? നിർത്താം. ഇനി സ്വല്പം കൂടെ നമുക്ക് അടുപ്പിക്കണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നല്ലോ, ഈ രീതിയിൽ വന്നു. നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് രണ്ട് ഭാഗം കൃത്യമായിട്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാക്ക് നമ്മൾ അടുപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് ഓടിക്കുന്നു. ഈ തിരിച്ചൊടിച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ബാക്കിലേക്ക് തന്നെ പോവുക. ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ കണ്ടില്ലേ, അവിടെ ആ ഭിത്തിയായിട്ട് കറക്റ്റായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ബാക്കും കറക്റ്റ് ആണ്, ഫ്രണ്ടും കറക്റ്റ് ആണ്. കണ്ട, കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് സൈഡ് ഒരേ ഗ്യാപ്പിൽ നമുക്ക് വാഹനം നിർത്താൻ സാധിക്കും.
ഇപ്പൊ ഞാനിത് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ ഇതിന് ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇത് ഇങ്ങനെ ചെയ്ത സമയത്ത് എങ്ങോട്ടാണ് സ്റ്റിയറിംഗ് തിരിച്ചതെന്നും അതേപോലെ തന്നെ എങ്ങോട്ട് വന്നപ്പോഴാണ് സ്റ്റിയറിംഗ് നമുക്ക് നേരെയാക്കിയെന്നും ഞാൻ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം നിങ്ങളുടെ പ്രാക്ടീസിന് വല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടില്ല, നമ്മളിപ്പോ ഇതുപോലെ നമുക്ക് സൈഡ് ചേർക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നമ്മുടെ ഫ്രണ്ട് മാത്രം ചേർത്താൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ നോക്കി തന്നെ നമുക്ക് ഫ്രണ്ട് തട്ടുന്ന പോലെ തോന്നും. നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രണ്ട് ഇപ്പൊ തട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിർത്തും. ഇത് കണ്ടില്ല, നമ്മൾ ഈ തട്ടുന്ന ഫ്രണ്ട് മാത്രം എടുക്കുന്നുള്ളൂ, ബാക്കിയോ അകന്ന് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫ്രണ്ടിനെ എത്രത്തോളം കൊണ്ടുവന്നതിന് നമ്മൾ ഈ വലത്തേട്ട് സ്വല്പം കൊണ്ട് മാറ്റി കൊടുക്കും. അപ്പൊ സ്വല്പം വലത്തേക്ക് മാറുമ്പോ എന്തായാലും ഇങ്ങോട്ടേ വണ്ടി മാറി വരത്തുള്ളൂ, എന്തായാലും നേരെ പോകത്തില്ല. നേരെ പോയാലോ ലെഫ്റ്റിലേക്ക് പോയാലോ വണ്ടി തട്ടുള്ളൂ. അപ്പൊ നമ്മൾ സ്വല്പം ഇങ്ങോട്ട് മാറ്റി എങ്ങോട്ടേ മാറി വരത്തുള്ളൂ വണ്ടിയുടെ ഫ്രണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് മാറി വരുന്നത്. ഞാൻ പിന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്നില്ല, കണ്ടോ, കൃത്യമായിട്ട് ഇങ്ങോട്ട് മാറി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് മാറി വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് മാറി വരുന്നുണ്ട്? കേട്ടോ, റൈറ്റിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരുപാട് നമുക്ക് സ്പേസ് ഇല്ലെന്ന് കൂട്ടിക്കുക ഫ്രണ്ടില്. ഇപ്പൊ നമ്മൾ അവിടെ കൊണ്ട് നിർത്തി. അപ്പൊ നമ്മുടെ ബാഗ് നിറയെ നോക്കി, നമുക്ക് ബാഗ് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്രത്തോളം ചേരാമോ അത്രത്തോളം ചേർന്നു, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു രീതി വന്നതിന് ശേഷം നിങ്ങൾ റിവേഴ്സ് ഗിയർ മാത്രം കൊടുത്താൽ പോരാ. റിവേഴ്സ് ഗിയറിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം? തിരിച്ചാൽ മാത്രമേ വണ്ടി വരുവുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഫിറ്റ് നിൽക്കുന്നത്, നമ്മുടെ സൈഡ് ചേരേണ്ടത്. അപ്പൊ നമ്മൾ ഏത് മിററിലാണ് നോക്കുന്നത്? ലെഫ്റ്റ് സൈഡിലെ മിററിലാണ്. അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേരണം. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, വണ്ടിയുടെ ബോഡിയും അതുപോലെ തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് തന്നെ തിരിക്കണം? ലെഫ്റ്റിലേക്ക് തന്നെ തിരിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു, കണ്ടില്ലേ? ഈ ലെഫ്റ്റിലേക്ക് തിരിച്ചതിന് ശേഷം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഒരുപാട് എടുത്തോണ്ട് പോകരുത്. ഞാൻ അത് കാണിച്ചു തരാം കൃത്യമായിട്ട്. ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുന്നു, കണ്ടോ? എടുത്തോണ്ട് ഓടാതെ നമുക്ക് എത്രത്തോളം വണ്ടിയുടെ ബാഗ് അവിടെ ചേരണോ അത്രത്തോളം ചേർന്നതിന് ശേഷം നമുക്കിപ്പോ ഈ ഒരു സ്പേസ് നമുക്ക് ചേർന്നാൽ മതി എന്ന് കൂട്ടിക്കുക. നമുക്ക് ബാക്കിലുള്ള വിഷ്വല് കാണുന്നില്ല. അതിന് വേണ്ടിയിട്ട് വിഷ്വല് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ട് തിരിക്കണം? കണ്ടില്ലേ, റൈറ്റിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ചേരാൻ വേണ്ടി അങ്ങോട്ട് ചേർത്തപ്പോഴാ ആ വിഷ്വല് കാണാതെ വന്നത്. നമുക്ക് അടുത്ത നടത്തം. അപ്പൊ നമ്മൾ വിഷ്വല് കാണാൻ വേണ്ടി റൈറ്റിലേക്ക് തിരിച്ചു, ബാക്കിലേക്ക് മെല്ലെ എടുക്കുന്നു. നിങ്ങൾ ആ മിററിലൂടെ തന്നെ നോക്കിയിരുന്നേ, കേട്ടോ? ബാക്കിലേക്ക് എടുക്കും തോറും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ വിഷ്വല് കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ ബാക്കിലേക്ക് വരുന്നു, നമുക്ക് ആ ബാക്കിലുള്ള വിഷ്വൽ നമുക്ക് എത്രത്തോളം ആ ഗ്യാപ്പ് വരുന്നു അതിനനുസരിച്ച് നമ്മളെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞു. ഇതല്ലേ, കൃത്യമായിട്ട് നമുക്ക് ആ വിഷ്വലും കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടും കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചേർത്ത് എന്ത് ചെയ്യാം? ഒരു വാഹനം നിർത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് വന്നു. അതിനുശേഷം നമ്മൾ അവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യാം? വീല് നേരെയാക്കി കൊടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഒരു വാഹനം സൈഡ് ചേർത്ത് എന്ത് ചെയ്യാം? നിർത്താൻ കഴിയുന്നതാണ്. ഇപ്പൊ ഈ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്ലച്ച് ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ക്ലച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടരുത്. കാരണം നമ്മൾ ക്ലച്ചിൽ നിന്ന് ഏറ്റവും കൂടുതൽ പവർ ഉള്ള ഒരു വാഹനത്തിന്റെ ഏറ്റവും പവർ ഉള്ള ഗിയർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയർ ആണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ലോറിയൊക്കെ വലിയ ലോഡും കൊണ്ടൊക്കെ റിവേഴ്സ് വരുന്നത്. അപ്പൊ പവർ ഉണ്ടായിട്ടാണ് ആ റിവേഴ്സ് ഗിയർ തന്നെ കയറുന്നത്. അപ്പം നമ്മൾ ആ വണ്ടിക്ക് കാലുവണ്ടി ആണെങ്കിൽ അതിന്റെ പവർ കാണിക്കും, നല്ല സ്പീഡായിരിക്കും. നമ്മളൊരു സെക്കൻഡ് ഗിയറിന്റെ സ്പീഡ് ഉണ്ടാകും ഒരു റിവേഴ്സ് ഗിയർ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ക്ലച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടരുത്. കാരണം നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ വണ്ടി നിന്ന് ഇപ്പൊ ചെറിയൊരു മുൻപോട്ടൊരു ഇറക്കം വേണ്ടാണ്. അപ്പൊ ഒന്ന് സ്വല്പം മുമ്പോട്ട് അയഞ്ഞത്. ഇത് കണ്ടില്ല, നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് നിന്നതിന് ശേഷം നമ്മൾ സ്വല്പം ഒന്ന് അനക്കിയാൽ മതി. ഇത് കണ്ടോ, സ്വല്പം അനങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്പീഡ് കിട്ടും. നമുക്ക് ഇത് മതി, നമുക്ക് സൈഡ് ചേർത്ത് നിർത്താനൊക്കെ ഈ ഒരു സ്പീഡ് മതി. ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് പോകാതിരുന്നാൽ മതി, കേട്ടോ? അപ്പൊ നമ്മൾ അഥവാ ക്ലച്ചിൽ നിന്ന് കൂടുതലായിട്ട് ഇത്ര എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെ അങ്ങ് പോകും വണ്ടി, കണ്ടോ? കയ്യിൽ നിന്ന് വണ്ടി പോകും. ആ സമയത്ത് നമുക്ക് തിരിക്കാൻ കാണും, നേരെ ആക്കാൻ കാണും. ആ സമയത്ത് നമ്മുടെ കൈ നിന്ന് വണ്ടി ബാലൻസ് തെറ്റിപ്പോകും. അപ്പൊ നമുക്ക് കാല് കൂടുതലായിട്ട് പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് കിട്ടാത്തതിന്റെ കാരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യും? നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്തോണ്ട് പോകരുത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായി മനസ്സിലാക്കി. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. ഈ അറിയാവുന്നവരൊന്നും ഈ വീഡിയോ കാണണമെന്നില്ല, കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ട് നിങ്ങൾ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.